ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് ഇത്തിരി മുരിങ്ങ കൂടുതൽ കിട്ടിയപ്പോഴേ ഒരു തോരൻ വെച്ച് നോക്കിയിട്ടോ. നിങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എല്ലാവരും കമൻറ്റിൽ എഴുതണേ. അപ്പോൾ നമ്മൾ മുരിങ്ങയൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ചട്ടി അടുപ്പത്ത് വെച്ച് കടുകിട്ട് പൊട്ടിച്ചു. അപ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ കടുക് പൊട്ടി വരുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പാചകം ഒറ്റയ്ക്ക് വീഡിയോ എടുക്കലും സാധനം ഉണ്ടാക്കലും കൂടി ആകുമ്പോഴേ പഠിച്ചു വരുന്നുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ ക്ഷമിച്ച്. ചെറിയ ഉള്ളി ഇട്ടു, ഒന്ന് നോക്കി വരട്ടെ കേട്ടോ. ഫോണ് പിടിക്കലും രണ്ടുകൂടി ആകുമ്പോൾ പഠിച്ചു വരുന്നതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും. എല്ലാവരും ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ചെറിയ ഉള്ളിയൊക്കെ പെട്ടെന്ന് നമുക്ക് മൂത്ത് വെക്കാനുണ്ട്, ചുമന്ന് വരാൻ. കുറച്ച് ഉപ്പിട്ടാൽ പെട്ടെന്ന് അത് മൂത്ത് വരും, ചുമന്ന് വരും. അപ്പോൾ ചെറിയ ഉള്ളി ഒന്ന് ചുമക്കട്ടെ. ചുമന്ന് വരുന്നേ ഉള്ളൂ. സ്റ്റീലിൻ്റെ പാത്രമാകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞ് പിടിക്കും. അതുകൊണ്ട് ഞാൻ സിമ്മിലിട്ട് വെച്ചേക്കാണ് കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുത്തു ഞാൻ, പെട്ടെന്ന് റെഡിയാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴുകി വെച്ച മുരിങ്ങയില വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ചു. കുറേ മുരിങ്ങുണ്ടെങ്കിലും ചോറ് വെച്ച് കഴിയുമ്പോൾ കറക്റ്റിലുണ്ടാവുമല്ലോ, അത് വെന്ത് വരുമ്പോൾ. അപ്പോൾ അത് ആവിയിലങ്ങനെ കിടക്കട്ടെ. അപ്പോഴത്തേനും നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ചെറിയ ഉള്ളി, നല്ല ജീരകം, കറിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി കൂട്ടിയിട്ടൊന്ന് ഒതുക്കിയെടുത്ത് ചതയ്ക്കുക. ഒന്ന് ക്രഷ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ അടപ്പ് തുറന്ന് മുരിങ്ങയുടെ നടുവിലിട്ടിട്ട് ഒന്നുകൂടി ആവി കയറ്റി വയ്ക്കാം. ഒന്നുകൂടി ആവി കയറ്റി കയറി കഴിഞ്ഞാൽ അടച്ച് വെച്ചിട്ട് ആവി കയറി കഴിഞ്ഞാൽ പതുക്കെ തുറന്ന് ചിക്കി എടുത്ത്. അപ്പോൾ മുരിങ്ങ തോരൻ റെഡി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ.